don't wanna sleep in, cause I got something to prove. I gotta take what I hate and finally make a move. I think of you and all the shit you don't do. Well, I'ma make hella sure that I don't become you. I have no regrets, yeah, I'll tie up my chest. I'll never forget what it's like to be in debt. Been stabbed in the back bed, I'll show you what happens. Pass me the mic and I'll show you with action. I feel this pain, you already know. Turn that to gains, let my money show. I've got these things that I can't let go. Watch me turn this life into something that you could never own. I feel this pain, you already know. Turn that to gains, let my money show. I've got these things that I can't let go. Watch me turn this life into something that you could never own. So fight and die for the things you know you love. Do what you think is right, and see life do what you want. So fight and die for the things you know you love. Do what you think. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ. ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേഷ് ആൻഡ് സുരേഷ് വ്ളോഗ്സിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. കാസർഗോഡ് ജില്ലയിലൂടെ നടത്തുന്ന യാത്രയുടെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണിത്. ഇത് കഴിയുമ്പോൾ കാസർഗോഡ് ജില്ലയുടെ മൊത്തമായി കാണിച്ചുകൊണ്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടാകുന്നതായിരിക്കും. എങ്കിലും എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് ഓരോ സ്ഥലങ്ങളായിട്ട് കാണിക്കുന്ന വീഡിയോയുടെ അവസാനത്തെ വീഡിയോ ആണ് ഇത്. അത്യുഗ്രൻ ഒരു സ്പോട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഈ സ്ഥലത്തിൻ്റെ പേര് കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനലാണ്. ഞങ്ങളുടെ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്. കൂടെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ പെട്ടെന്ന് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒപ്പം പോര് കാഴ്ചകൾക്കാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കാസർഗോഡ് ജില്ലയിൽ ഹൊസ്ദുർഗ് താലൂക്കിൽ നീലേശ്വരം വില്ലേജിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. മുമ്പിൽ കാണുന്നത് കോട്ടപ്പുറത്തെ പുതിയ പാലമാണ്. ആ പാലത്തിനടുത്ത് കായലുകളുടെയും ഹൗസ് ബോട്ടുകളുടെയും നാടായ ആലപ്പുഴയിൽ പോലും ഇല്ലാത്ത ഒരു സമ്പൂർണ്ണ ഹൗസ് ബോട്ട് ടെർമിനൽ, അതാണ് ഈ കാണുന്നത്. ഇതിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം കഴിഞ്ഞത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഇപ്പോൾ ഏകദേശം 12 സെന്റിൽ നിൽക്കുന്ന ഈ നിർമ്മിതി ഈ പ്രൊജക്ടിന്റെ ഒരു അംശം മാത്രമാണ്. BRDCയുടെ പ്രൊജക്ട് പ്രകാരം 3 ഏക്കറിലാണ് ഇതിന്റെ ആകെ പണികൾ വരുന്നത്. നേരെ അതിന്റെ അപ്പുറം കാണുന്നത് കായലിലോട്ട് നീണ്ടു കിടക്കുന്ന ഒരു നടപ്പാലമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നടക്കാനൊക്കെ ഒന്നും അറിയത്തില്ല. എന്തായാലും കാസർഗോഡ് യാത്രയിൽ ഉടനീളം കണ്ട തേജസ്വിനി പുഴയുടെ തീരത്താണ് ഈ സംഭവം ഉള്ളത്. ബേക്കലിന്റെ വിനോദസഞ്ചാര നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അത് അർഹിക്കുന്ന അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നതിനായി 1995 സംസ്ഥാനം വികസിപ്പിച്ചെടുത്ത ഒരു മികച്ച പദ്ധതിയാണ് BRDC അഥവാ ബേക്കൽ റിസോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അങ്ങനെ ഈ BRDCയുടെ കീഴിൽ നദീതീര സംരക്ഷണം, ഭൂവികസന പ്രവർത്തനങ്ങൾ, റിസപ്ഷൻ കൗണ്ടർ, വെയിറ്റിംഗ് ലോഞ്ച്, സുവനീർ ഷോപ്പുകൾ, സർവീസ് കൗണ്ടറുകൾ, ബയോ ടോയ്ലറ്റ്, ലാൻഡ്സ്കേപ്പിംഗ്, ബോട്ട് റിപ്പയറിംഗ് യാർഡ്, മാലിന്യ സംസ്കരണവും അതിന്റെ നിർമ്മാർജ്ജനവും എന്നിവയടങ്ങുന്ന പണികളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. എന്തായാലും ഞങ്ങൾ കണ്ടിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളിൽ വളരെ പുതുമയാർന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഒരു പ്രൈവറ്റ് റിസോർട്ടിന്റെ ഭാഗമായി തോന്നുന്ന അതിഗംഭീരമായ ഒരു ബോട്ട് ടെർമിനൽ. 132 മീറ്റർ നീളത്തിലാണ് ഇതിന്റെ ആകെപ്പണി. ഇന്റർലോക്കുകളും ടൈൽസുകളും ഒക്കെ നിരത്തിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൈവരികൾ നൽകിയ ഒരു അടിപൊളി ഡിസൈനിൽ തീർത്തിരിക്കുന്ന ഒരേ സമയം 4 വമ്പൻ ഹൗസ് ബോട്ടുകൾക്ക് നിർത്തി ആളിനെ കയറ്റാനും ഇറക്കാനും സാധിക്കുന്ന രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനൽ. സഞ്ചാരികളെ വരവേറ്റ് ഓടുപാകി മനോഹരമാക്കിയ മേൽക്കൂരയിൽ തലയെടുപ്പോടെയാണ് ഈ പുരവഞ്ചി ടെർമിനൽ നിൽക്കുന്നത്. കായൽ ടൂറിസത്തിന്റെ ആസ്വാദന മധുരം നുകരാൻ സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് നീലേശ്വരം കോട്ടപ്പുറത്തെ ഈ ബോട്ട് ടെർമിനൽ. ഉത്തര കേരളത്തിൽ നീലേശ്വരം കോട്ടപ്പുറമാണ് കായൽ ടൂറിസത്തിന്റെ ഈറ്റില്ലം. ബോട്ട് ടെർമിനലിൽ കൂടെ വന്നോടെ കായൽ ടൂറിസം രംഗത്ത് കുതിപ്പിനൊരുങ്ങുകയാണ് ജില്ല. ഇവിടെ നിന്ന് ആരംഭിക്കുന്ന കായൽ സൗന്ദര്യ ആസ്വാദന യാത്ര കണ്ടൽക്കാടുകൾ നിറഞ്ഞ കവായി വരെ നീളുന്നു. കടലിൽ നിന്ന് കായലിലേക്ക് വേർതിരിക്കപ്പെട്ട വലിയ പറമ്പ ദ്വീപ് പ്രകൃതിയുടെ ഭംഗി കൊണ്ട് പ്രശസ്തമാണ്. കായൽ തീരത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ബോട്ട് സർവീസുകൾ ഇഷ്ടം പോലെയുണ്ട്. ദേശാടന പക്ഷികൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പക്ഷികളുടെ പ്രധാന കേന്ദ്രം കൂടിയാണ് ഇവിടം. ജലസവാരിക്ക് പുറമെ കായൽ മത്സ്യങ്ങളുടെ രുചിക്കൂട്ടിൽ ഒരുങ്ങുന്ന ഭക്ഷണ വിഭവങ്ങളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആകാം ചില ഹോട്ടൽ കൂടെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്ന് കേട്ടത്.
ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ വരെ അങ്ങോട്ടുള്ള റോഡ് പണി പൂർത്തിയായിരുന്നില്ല. ഒരു മെറ്റിൽ നിരത്തിയ ഒരു വഴിയാണ് അവിടേക്കുണ്ടായിരുന്നത്. ആ റോഡിന് വേണ്ടി 1.5-2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്നാണ് കേട്ടത്. കാലതാമസം വരുത്താതെ എത്രയും പെട്ടെന്ന് അതിന്റെ പണികൾ പൂർത്തിയാകട്ടെ. എന്നാൽ ഇത് കൂടാതെ മറ്റൊരു വഴി കൂടെ ഇങ്ങോട്ടെത്താൻ ഉണ്ടെന്ന് കേട്ടു. സുഹൃത്തുക്കളെ, എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്തിൻ്റെ ഭാഗികമായ ഉദ്ഘാടനം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവർത്തനം ഇനിയും ആരംഭിക്കാനുണ്ട്. ഓഫീസിൻ്റെ ബിൽഡിംഗ് ഒക്കെ ഇവിടെ നമുക്കുണ്ടെങ്കിലും, ഓഫീസിൻ്റെ ബിൽഡിങ്ങും മറ്റു കാര്യങ്ങളും റിസപ്ഷൻ കൗണ്ടറും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ എങ്ങും ആളിരിപ്പില്ല. അതുപോലെ തന്നെ നമ്മുടെ പിന്നിൽ കാണുന്നത് ഒരു സ്റ്റോളാണ്. അതായത് ചെറിയ ചെറിയ സ്റ്റോളുകളുണ്ടല്ലോ, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആ സ്റ്റോളുകളുണ്ട്. പക്ഷേ എല്ലാം അടഞ്ഞിടക്കുകയാണ്. ഇതുവരെയും ഇത് ഓപ്പൺ ആയിട്ടില്ല. നമ്മുടെ മുമ്പിൽ തന്നെ ഒരു ഹൗസ് ബോട്ട് കെട്ടിയിട്ടുണ്ട്. എന്നാൽ അതും ടാർപ്പയൊക്കെ ഇട്ട് മൂടിയിട്ടിരിക്കുകയാണ്. എന്തായാലും ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഒരുക്കിയിട്ട് ഇവിടെ ഒരു സെക്യൂരിറ്റി സംവിധാനം ഇല്ലാത്തത് ഒരു വലിയ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ആർക്കും കയറി സ്ഥലം നശിപ്പിക്കാനൊക്കുന്ന ഒരു രീതിയിലേക്കാണെന്ന് തോന്നുന്നു. നല്ലൊരു പ്ലേസാണ് ഒരുക്കിയിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും രീതികളും ഒക്കെ. അതുപോലെ തന്നെ ഇരിക്കാനുള്ള സ്ഥലങ്ങളായാലും ബെഞ്ചുകളും പിന്നെ ചെയറുകളും ചെറുതായിട്ട് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒരുക്കി നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്തോ കോർപ്പറേഷനോ ഏത് ഇതാണോ ഇതിന് കീഴിലുള്ളത്, അവർ ഇവിടുത്തെ ഹൗസ് ബോട്ട് ഓണേഴ്സിനെ എല്ലാം വിളിച്ച് ഇവരെ എല്ലാം ഇതിനകത്ത് ജോയിൻ ചെയ്യിക്കണം. ആർക്കും പുറത്ത് കാണുന്ന സൈഡിലൊന്നും നിർത്തിയിട്ട് ആളിനെ കയറ്റാതെ ഇതായിരിക്കണം ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമായിട്ട് ഡിക്ലെയർ ചെയ്യണം. അങ്ങനൊരു സംഭവം ചെയ്യാമെങ്കിൽ എല്ലാ ഹൗസ് ബോട്ട് ഓണേഴ്സിനും പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടായിരിക്കും. അവരെല്ലാം കൂടെ ചേർന്ന് ഈ സ്ഥലം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതിയും കൂടെ ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സ്ഥലം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ സർക്കാർ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പ്രൊജക്റ്റുകൾ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാത്തതും പിന്നതുപോലെ അത് സംരക്ഷിക്കപ്പെടാത്തതുമാണ്. സെക്യൂരിറ്റി ഒന്നുമില്ലാതെ സംരക്ഷണമില്ലാതെ കിടക്കുന്നതാണ് അതിൻ്റെ മറ്റൊരു കൃത്യമായ കാരണം. എന്നാൽ ആളുകൾക്ക് ഹിൻഡ്രൻസ് ഉണ്ടാക്കാതെ, തടസ്സമുണ്ടാക്കാതെ ചെയ്യുന്ന ഒരു രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് ഹബ്ബായിട്ട് മാറും. വളരെ മനോഹരമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിനടുത്തൊക്കെ മാൻഗ്രൂവ് ഫോറസ്റ്റുകളും ഒക്കെ ഉണ്ട്. വെള്ളത്തിനിടയ്ക്കുള്ള മാൻഗ്രൂവ് ഫോറസ്റ്റുകൾ, ഐലൻഡുകൾ, ഇവയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ടൂറിസം പ്രൊജക്റ്റ്. എന്തായാലും ഞങ്ങൾ കണ്ട ഈ കാസർഗോഡ് ഈ പ്ലേസ് ശരിക്കും തികച്ചും വർത്തായിട്ടുള്ള പ്ലേസാണ്. എന്നാൽ ഇവിടെ സെക്യൂരിറ്റി ഒന്നുമില്ലാത്ത ഒരു പരിമിതിയായിട്ട് ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ പിന്നീട് കാസർഗോഡ് വരുമ്പോൾ ഇവിടെ നിന്ന് ഹൗസ് ബോട്ടിൽ കയറാൻ ഒരു ഇടവരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ CCTV ക്യാമറകളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ CCTV ക്യാമറകളൊക്കെ ഉണ്ട്. ഓഫീസിൽ പക്ഷേ ആരുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടാണ് ഓഫീസ് റൂം. അവിടെ വാഷ്റൂമും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇരുന്ന് ഊഞ്ഞാലാടാൻ പാർക്കിനകത്ത് സംവിധാനമുണ്ട്. ചെറിയ പാർക്ക് പോലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിംഗ് സംവിധാനമുണ്ട്. ഇതാണ് റിസപ്ഷൻ കൗണ്ടർ. ഇവിടെങ്ങും പക്ഷേ ആരും ഇരിപ്പില്ല. എന്താ ഈ സംഭവം ഇവിടെ ആളൊന്നും ഇല്ലാത്ത? ജസ്റ്റ് ഇനാഗുറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ഓപ്പൺ ആയിട്ടില്ല. എന്തോ ഹോട്ടലൊക്കെ വരുന്നുണ്ട്. ആ, വഴിയൊക്കെ ശരിയാകാനുണ്ടല്ലേ? ഓ, ആയിട്ടില്ല. അത് ശരി. എന്താ പേരെന്താ? ഷിജു. ഞാൻ എൻ്റെ പേര് റസിൻ. ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന്. ആ, സുഹൃത്തുക്കളെ, നമ്മളപ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലത്തോട് വിട പറയുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. മറ്റ് അനേകം വീഡിയോകൾക്കായി നിങ്ങൾ കാത്തിരിക്കൂ. അപ്പോൾ അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.